എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തുള്ള വളരെ ശക്തിയുള്ള ഒരു അമ്പലത്തിനെ കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം ഞാൻ രണ്ട് ദിവസം മുന്നേ അവിടെ പോയായിരുന്നു കേട്ടോ, ദർശനം നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ മുന്നേ ചെറുതിലെല്ലാം പോവായിരുന്നു. അപ്പോൾ ഈ അമ്പലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അമ്പലത്തിന് വളരെയധികം ശക്തിയുള്ള ഒരു അമ്പലമാണ്. കാരണം എന്ന് പറയുന്നത്, എത്ര കൊടിയ ശത്രുദോഷമോ ശത്രുദോഷമോ അഭിചാരദോഷമോ ഏതൊരു ദോഷമാണെങ്കിൽ പോലും കൊടിയ ദോഷങ്ങളെ പോലും മാറ്റുന്ന ഒരു അമ്പലമാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ശ്രീ ചാമുണ്ഡി ദേവിയാണ് കേട്ടോ. അപ്പോഴേ അമ്പലത്തിനെ കുറിച്ച് പറയാം. അമ്പലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിനടുത്തുള്ള തൊഴുവൻകോട് ദേവീക്ഷേത്രമാണ്. ചിലരെങ്കിലും കേട്ടിരിക്കും, കേൾക്കാത്തവർക്ക് കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ജീവിതത്തിൽ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട് അല്ലേ. ഈ നമ്മുടെ ദൃഷ്ടിദോഷം പ്രധാനമായിട്ട്, ഇപ്പോൾ ഒരാൾ നന്നാകുമ്പോൾ വേറൊരാൾക്കത് കണ്ടാൽ സഹിക്കില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ദൃഷ്ടിദോഷം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ എന്താ പറയുക, കൈവിഷം കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അത് മാത്രമല്ല, അതുപോലെ തന്നെ ഈ നമ്മുടെ ആഭിചാര ദോഷങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം മാറാനായിട്ട് ഈ ഒരു ക്ഷേത്രത്തിൽ ഒരുപാട് വഴിപാടുകളുണ്ട്. അതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് ഐതിഹ്യ കഥ അറിയണ്ടേ? ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു അറിവാണ് കേട്ടോ. ഐതിഹ്യ കഥ എന്ന് പറയുന്നത്, 8 വീട്ടിൽ പിള്ളമാരുടെ കൂട്ടത്തിലുള്ള ഒരു പിള്ളയാണ് കഴക്കൂട്ടം പിള്ള. അപ്പോഴും നമുക്കെല്ലാം അറിയുന്നുള്ള കാര്യമാണ്, മാർത്താണ്ഡവർമ്മ 8 വീട്ടിലെ പിള്ളമാരെ നശിപ്പിച്ച കഥയല്ല. അപ്പോൾ ഈ കഴക്കൂട്ടം പിള്ളയെ നശിപ്പിക്കാൻ എന്ത് ശ്രമിച്ചതും നടക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? കഴക്കൂട്ടം പിള്ളയുടെ ആശ്രിതനായ കളരിപ്പണിക്കർ നമ്മുടെ ചാമുണ്ഡി ദേവിയുടെ വളരെ വലിയൊരു ഭക്തനായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴക്കൂട്ടം പിള്ളയെ നശിപ്പിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എന്ത് വിഫലമായി തീർന്നു. പിന്നെ എന്താണ്, പ്രാർത്ഥനയിലൂടെ മാത്രമേ നമ്മുടെ കഴക്കൂട്ടം പിള്ളയെ നശിപ്പിക്കാൻ കഴിയൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പ്രാർത്ഥനയിലൂടെ അത് ശ്രമം നടത്തി. അങ്ങനെ ആ ശ്രമം വിജയം കണ്ടു. അങ്ങനെ ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന മാനിച്ച് ദേവി എന്ത് ചെയ്തു, ഇന്ന് കാണുന്ന തൊഴുവൻകോട് എന്ന സ്ഥലത്ത് കുടിയിരുന്നു. അപ്പോൾ ദേവിയുടെ പരമഭക്തനായ നമ്മുടെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, കളരിപ്പണിക്കറിന് സൈക്കിളിലോ ദേവി പോയി കഴിഞ്ഞാൽ, അങ്ങനെ ദേവിയെ ആരാധിച്ച് അദ്ദേഹം അവിടെ എന്ത് ചെയ്തു കഴിഞ്ഞു. കാലാന്തരം അദ്ദേഹം യോഗീശ്വരനായിട്ട് മാറിയിട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്, ഐതിഹ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ അമ്പലം പ്രധാനമായിട്ട് തുറക്കുന്നത് 3 ദിവസങ്ങളിലാണ്. വെള്ളിയും ചൊവ്വയും ഞായറുമാണ് കേട്ടോ ഈ അമ്പലം തുറക്കുന്നത്. ദർശന സമയം എന്ന് പറയുന്നത് 5:30 തൊട്ട് രാവിലെ 5:30 തൊട്ട് വൈകിട്ട് രാത്രി 8 മണി വരെയാണ് ദർശന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ ശക്തിയുള്ള ഒരു അമ്പലമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചാമുണ്ഡി ദേവി തന്നെയാണ്. രണ്ടാമത് മോഹിനി യക്ഷിയാണ് പ്രധാന പ്രതിഷ്ഠ. പിന്നെ ഉപപ്രതിഷ്ഠകൾ വരുന്നതെന്ന് പറയുന്നത്, ഗണപതി ഭഗവാനുണ്ട്, യോഗീശ്വരനുണ്ട്, നാഗർ ഭഗവാനുണ്ട്, കരിങ്കാളി അമ്മയുണ്ട്, വീരഭദ്രനുണ്ട്, തമ്പുരാനുണ്ട്, മാടൻ തമ്പുരാനുണ്ട് കേട്ടോ, യക്ഷി അമ്മയുണ്ട്, അതുപോലെ തന്നെ കന്നിച്ചാവുണ്ട്, മറുതയുണ്ട്, ഭുവനേശ്വരി ഉണ്ട്, ഗന്ധർവനുണ്ട്. ഇത്രയും പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ ഗന്ധർവന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് ഒരു കന്യക വരച്ച ഗന്ധർവ ചിത്രമാണ് ഇവിടെ ഇപ്പോൾ ഗന്ധർവനായിട്ട് പൂജിക്കുന്നത്. ആ ചിത്രം നമുക്ക് അവിടെ ചെന്നാൽ കാണാൻ കഴിയും. ആ കന്യക ഗന്ധർവന്റെ കൂടെ പോയി എന്നാണ് വിശ്വാസം. അപ്പോൾ ആ ഇല്ലം മേടിച്ചവർക്ക് ആ ഗന്ധർവ സാന്നിധ്യം മനസ്സിലാവുകയും അതിശക്തയായിട്ടുള്ള ചാമുണ്ഡി ദേവിയുടെ നടക്കിൽ തന്നെ ആ ഒരു ചിത്രം ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും ആ ചിത്രം തന്നെയാണ് ഗന്ധർവന്റെ പ്രതിഷ്ഠയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ചെല്ലുമ്പോൾ കാണാൻ കഴിയും. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ വളരെ അത്ഭുതമാണ്. കരിങ്കാളി ദേവി വളരെ ശക്തിയാണല്ലോ. അപ്പോൾ ദുഷ്ടശക്തികളെല്ലാം നിയന്ത്രിക്കാനായിട്ട് അമ്മയ്ക്ക് നല്ല ശക്തിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കറുത്ത കോഴിയെ കൊടുക്കാറുണ്ട്, ബലി ചെയ്യാറില്ല കേട്ടോ. അത് പണ്ട് ബലി ഉണ്ടായിരുന്നത് പറയണ കേൾക്കാം. ഇപ്പോൾ ബലിയായിട്ടൊന്നുമില്ല, അമ്മയുടെ നടക്കില് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രക്തപുഷ്പാഞ്ജലി ഉണ്ട്, കുങ്കുമാർച്ചന 500 രൂപയാണെന്ന് തോന്നുന്നു ആണ് കുങ്കുമാർച്ചനയ്ക്ക്. അതൊക്കെ കഴിപ്പിക്കുന്നത് ശത്രുദോഷത്തിൽ നിന്നും ബാധാദോഷങ്ങളിൽ നിന്നും എല്ലാ തടസ്സങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാനായിട്ട് വളരെ നല്ല കാര്യമാണ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളുണ്ടല്ലോ, അതെല്ലാം മാറാനായിട്ട്, തൊഴിൽ തടസ്സമാണെങ്കിലും വിവാഹ തടസ്സമാണെങ്കിലും എല്ലാം മാറാനായിട്ട് അമ്പലത്തിൽ ഒരുപാട് വഴിപാടുകളുണ്ട്.
പൊങ്കാല സമർപ്പണം വളരെ വിശേഷപ്പെട്ട വഴിപാടാണ്. അതുപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മുടെ കൈവിഷം കൊടുക്കുമെന്നൊക്കെ പറയും. എല്ലായിടത്തും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെയോ പച്ചമരുന്നുകളും മന്ത്രങ്ങളും ജപിച്ച് ഒരു വ്യക്തിയെ കൊണ്ട് കാര്യസാധ്യത്തിനോ അവരെ വശംവദരാകാനോ എന്താണ് കൊടുക്കുന്നതാണ് കൈവിഷം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ്, ഈ ദേവിയുടെ മുന്നിൽ, ചാമുണ്ഡി ദേവിയുടെ മുന്നിൽ ഒരു കരിക്ക് നിവേദിക്കാൻ കൊടുക്കും. എന്നിട്ട് ആ കരിക്ക് അവിടെ വെച്ച് തന്നെ പൂജകളെല്ലാം ചെയ്തിട്ട് കരിക്ക് നമുക്ക് തരും. ദേവിയുടെ നേർക്ക് നിന്ന് എന്ത് ചെയ്യണം, ഈ കരിക്ക് നമ്മൾ കുടിക്കണം. കുടിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ദോഷം എല്ലാം മാറുമെന്നാണ് വിശ്വാസം. അതുപോലെ തന്നെ അവിടെ ഭസ്മ ഇടുന്ന ചടങ്ങുണ്ട്, ഭസ്മ ഇടാറുണ്ട്. എന്നും ഈ തുറക്കുന്ന ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഭസ്മ ഇടാറുണ്ട് ദേവിയുടെ മുന്നിൽ വെച്ച് കേട്ടോ. അങ്ങനെ ഒരുപാട് അത്ഭുതം നിറഞ്ഞ ഒരു അമ്പലമാണ്. പറ്റുമെങ്കിൽ എല്ലാവരും പോകാൻ ശ്രമിക്കുക. തിരുവനന്തപുരത്ത് വരുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലാത്തവർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് വന്നിട്ട് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ എന്താ പറയുക, ഈ അമ്പലത്തിൻ്റെ പേര് അടിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് സുഖമായിട്ട് അമ്മയെ ചെന്ന് ദർശിക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും തിരുവനന്തപുരത്ത് ഒരു വരെയല്ലേ, അപ്പോൾ ചൊവ്വയോ വെള്ളിയോ ഞായറോ ഒക്കെ വരുന്നെങ്കിൽ ഈ 3 ദിവസം തുറക്കൂ കേട്ടോ. അങ്ങനെ ആ ദിവസങ്ങളിൽ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും അമ്മയെ ചെന്നൊന്ന് കാണുക. എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം അമ്മ മാറ്റിത്തരും എന്നുള്ളതിന് ഒരു സംശയമില്ല. നിങ്ങൾ അവിടെ ചെന്ന് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു അമ്പലമാണത്. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് നിർമ്മിതികളുണ്ട്, ഒരുപാട് വിഗ്രഹങ്ങൾ കൊത്തുപണികളായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ വേറൊരു ലോകമാണത്. അപ്പോഴെല്ലാവരും പോകാൻ അമ്മ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയും ഐശ്വര്യം ഉണ്ടാവട്ടെ.